ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമുക്ക് ബേസിക്കലി ഇപ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകാൻ ആലോചിക്കുമ്പോൾ നമുക്കൊരു ബീച്ച് സൈഡ് വാട്ടർ ആക്ടിവിറ്റി അങ്ങനെ പോകണോ, അല്ലെങ്കിൽ മൗണ്ടൻ ട്രെക്കിങ് അങ്ങനെ പോകണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. എനിക്ക് വെള്ളത്തിലെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൂർ എൻ്റെ വീട്ടിൽ ഞാൻ എപ്പം പോയാലും ബീച്ചിൽ പോകാതെ ഞാൻ തിരിച്ചു വരത്തില്ല കേട്ടോ. എനിക്ക് മാത്രമല്ല, ഹസ്ബൻഡിനും കുട്ടികൾക്കും എല്ലാം ഇതേ ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിനോട്. പക്ഷേ എനിക്ക് ഒരിക്കലും സ്വിം ചെയ്യാൻ എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. വെള്ളത്തിനോടുള്ള എൻ്റെ ഇഷ്ടം കൊണ്ട് നന്നായിട്ട് സ്വിം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും നടക്കാതെ പോയൊരാഗ്രഹമായിരുന്നു കേട്ടോ ഇത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റിവറിൽ ഇറങ്ങിയില്ലേ, സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി എല്ലാവരും സ്വിം ചെയ്യുമ്പോൾ ഞാൻ മാത്രം കായലിട്ട് അവിടെ ഇരുന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഈ നിന്നുകൊണ്ട് നീന്തുമല്ലോ, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സ്വിം ചെയ്യുന്നവരെന്ന് ഞാനൊരു ആരാധനയോടെ മാത്രം നോക്കിയിട്ടുള്ളേ. അങ്ങനെ മോളൊരു UKGയിൽ എത്തുന്ന സമയത്ത് അവൾക്കിങ്ങനെ സമ്മറിലൊരു സ്വിമ്മിങ് ക്യാമ്പ് വന്നു. അപ്പോൾ അവിടെ കുട്ടികളെ 21 ഡേയ്സ് കൊണ്ട് സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനവിടെ അന്വേഷിച്ചു ഇങ്ങനെ വലിയവർക്ക് വേണ്ടിയുള്ള സ്വിമ്മിങ് ക്യാമ്പ് ഉണ്ടോയെന്ന്. അപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ജോയിൻ ചെയ്തു. അപ്പം 21 ഡേയ്സിൻ്റെ ആ ഒരു ഇതിന് ഞാനും ജോയിൻ ചെയ്തു. രാവിലെ എഴുന്നേക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ 5:30 സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തെത്തും. എന്നിട്ട് പതുക്കെ കൈയും കാലൊക്കെ ഇട്ട് ആ തണുപ്പ് മാറ്റി പതുക്കെ ഇറങ്ങും. ആദ്യം ഇറങ്ങുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. പിന്നെ എനിക്കത് ശീലമായി കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസം കൊണ്ട് ഞാൻ സ്വിമ്മിങ് പഠിച്ചു. അതെനിക്കൊരു ഭയങ്കര അച്ചീവ്മെൻ്റായി. അപ്പോൾ എൻ്റെ വിചാരം ഇത്രയും പ്രായമല്ലേ, എനിക്കിതൊരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ എന്തായാലും എനിക്കിത് ചെയ്യാൻ പറ്റി. അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇതുപോലെ സാധിക്കാനുണ്ടെങ്കിൽ അത് സാധിക്കണം കേട്ടോ. സ്വിമ്മിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അത്രയും നാൾ സ്വിം ചെയ്യുന്നവർ ഞാൻ ഭയങ്കര ആരാധനയോടെ നോക്കി. ഞാൻ ഈ സ്വിമ്മിങ് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്നെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഓക്കെ ഇതിപ്പോൾ എനിക്ക് പോസിബിളാണ്, ഒട്ടും പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യം എനിക്ക് പോസിബിളായപ്പോൾ ഇതുപോലെ പലതും പോസിബിളാണെന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടുന്ന് സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടുന്ന് തന്നെ ഒരു കുളിയും പാസ്സാക്കി. അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോയി. ഇതുപോലെ നിങ്ങൾക്ക് ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാധിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കാണാം. സീ യു, ബൈ.